ഗുഡ് ഈവനിങ്. വീണ്ടും ഞാനും ലഗീഷും കൂടെ ട്രിവാൻഡ്രത്ത് പോകുന്ന വീഡിയോ. അപ്പോൾ 2 ദിവസത്തെ ഇന്നത്തെയും നാളത്തെയും വീഡിയോ പോയിട്ട് തിരിച്ചു വരുന്നവരെയുള്ള വീഡിയോ ഒറ്റ വീഡിയോയിലാക്കുന്നതാണ്. അതാണ് പ്രത്യേകത. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലഗീഷ് സ്വാഗതം. ഇനിയാണ് അടുത്ത കാര്യം. നമ്മളിപ്പോൾ ഇവിടെ ഉള്ളതെന്ന് തലശ്ശേരി കണ്ടോ? തലശ്ശേരി റെയിൽവേ സ്റ്റേഷൻ. അമൃത് ഭാരത് പദ്ധതിയിൽ 2 ദിവസം മുമ്പേ പ്രധാനമന്ത്രി ഓൺലൈനിൽ ഉദ്ഘാടനം ചെയ്ത തലശ്ശേരി റെയിൽവേ സ്റ്റേഷൻ, പുതുക്കിയ റെയിൽവേ സ്റ്റേഷൻ. നോക്കിയേ അതിൻ്റെ ഒരു ഭംഗി, നോക്കിയേ ഇതാ അടിപൊളി പാർക്കിംഗ് ഗ്രൗണ്ട്. നോക്കിയേ എന്താണ്, നമ്മളിങ്ങനെ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. അതായത് രാത്രിയിൽ ഞാനിങ്ങനെ രാത്രി കണ്ടിട്ടേ ഇല്ല തലശ്ശേരിയിൽ, ആദ്യമായിട്ടാണ് കാണുന്നത്. ഏതായാലും ഞാൻ ഇവിടുന്ന് ഓട്ടോറിക്ഷക്കാരുടെ വ്ളോഗ് ചെയ്യുന്ന സമയത്ത് നമ്മൾ തലശ്ശേരിയിൽ ഒരു ബോർഡ് പോലും ഇല്ലയെന്ന് പറഞ്ഞ് നോക്കുമ്പോൾ ഞാനിന്ന് ഹാപ്പി. ഓക്കെ, എന്താ ബോർഡ്? തലശ്ശേരി, മലയാളം, ഹിന്ദി ആൻഡ് ഇംഗ്ലീഷ്. അടിപൊളി. പാർക്കിംഗ് ഏരിയയിൽ നോക്കിയാൽ എന്ത് വിശാലമായ പാർക്കിംഗ് ഏരിയ. ഓക്കെ. അപ്പോൾ നമ്മൾ ട്രിവാൻഡ്രത്ത് പോകുന്നത് എന്തിനാണെന്നല്ലേ? ട്രിവാൻഡ്രത്ത് പോകുന്നത് അന്ന് പറഞ്ഞില്ലേ, കഴിഞ്ഞ എൻ്റെ വീഡിയോയിൽ പറഞ്ഞില്ലേ, മിനിസ്റ്ററെ കണ്ടു, OG ജനീഷ് സർ, കായിക മന്ത്രി, അതേപോലെ യുവജന ക്ഷേമത്തിൻ്റെ മന്ത്രിയുടെ. അപ്പോൾ അപ്പോയിൻമെൻറ്റ് കിട്ടി, ട്രിവാൻഡ്രത്ത് വരാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ പോവാണ്. അപ്പോൾ രാത്രി 8:30 ട്രെയിനാണ്, 8:20 മാവേലിക്കാണ് പോകുന്നത്. അപ്പോൾ 2 ദിവസത്തെ വ്ളോഗ് പോയിട്ട് വരുന്നവരെ. ഓക്കെ, അപ്പോൾ നല്ല വീഡിയോയിൽ കാണാം. തലശ്ശേരിയിൽ രാത്രി പ്ലാറ്റ്ഫോം നമ്പർ 1 നോക്കിയേ. എൻ്റെ അമ്മോ, ഇത് തലശ്ശേരി തന്നെയാണോ? ഇത് നമ്മുടെ വാക്ക് വേ ബ്രിഡ്ജ്. മൈ ഗോഡ്, പൊളിച്ച്. ഇത് പ്ലാറ്റ്ഫോം നമ്പർ 2. അതെ, ഇപ്പോഴുണ്ടല്ലോ തലശ്ശേരിയിൽ AC വെയിറ്റിംഗ് ഹാള്, പിന്നെ അതേപോലെ ഹോട്ടല്. ഇതാ അവിടെ ഹോട്ടലാണ്, വാക്ക് വേൻ്റെ അപ്പുറത്ത്. നമ്മുടെ എക്സിലേറ്റർ ഇതാ ഇവിടെയാണ്, എക്സിലേറ്റർ ഇവിടെ വന്ന് നോക്കുമ്പോൾ ട്രെയിന് ലേറ്റ്. 8:20 വരേണ്ടത് ഇപ്പം കണ്ണൂർ 15 മിനിറ്റ് പിടിച്ചിട്ടിട്ടുണ്ട്. ഇനിയൊരു എത്ര മിനിറ്റ് എടുക്കും ലഗീഷ് വരാൻ? 10 മിനിറ്റ് ഇനി ലേറ്റ് ആവും. ഇപ്പോൾ സമയം 8:15 കഴിഞ്ഞു അല്ലേ? എത്രയും 8:15 കഴിഞ്ഞില്ലേ? 8:20 എത്ര. പിന്നെ ഞാൻ പറഞ്ഞു തരുന്നത് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ കാര്യം. റെയിൽവേ സ്റ്റേഷൻ എന്താ പറയുക, അപ്പുറത്തെ ഭാഗത്ത് കൂടി നവീകരിച്ചിട്ടുണ്ട്. അപ്പുറത്തെ ഭാഗത്ത് നമ്മൾ ഓട്ടോറിക്ഷൻ്റെ ആ പണ്ട് ബ്ലോഗ് ചെയ്ത ഭാഗങ്ങൾ, അവിടെ എന്താ പറയുക, വെയിറ്റിംഗ് ഷെഡൊക്കെ, ഓട്ടോ വെയിറ്റിംഗ് ഷെഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ കുറേ കാര്യങ്ങൾ, ലിഫ്റ്റ്, അവിടെ ലിഫ്റ്റ്. ഞാനിപ്പം പ്ലാറ്റ്ഫോം നമ്പർ 2 ഇരിക്കുകയാണ്. എന്നാലും ട്രെയിൻ വരട്ടെ. ഇതാണ് നമ്മളെ SE1. അപ്പോൾ ഓക്കെ, തലശ്ശേരി പുതുക്കിയ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമ്മൾ തിരുവനന്തപുരത്തേക്ക് യാത്രയായി. കോഴിക്കോട്, നമ്മളങ്ങനെ കോഴിക്കോട് എത്തി കേട്ടോ. കോഴിക്കോടിൽ കുറച്ച് ദിവസം മുമ്പേ ഒരു പഴയ കെട്ടിടം തകർന്നു പോയി എന്ന് പറഞ്ഞിട്ട് പ്ലാറ്റ്ഫോം നമ്പർ 1 ഇവിടെ ഇതല്ല പ്ലാറ്റ്ഫോം നമ്പർ 1 പ്ലാറ്റ്ഫോം നമ്പർ 1 രണ്ടാമത്തേനോ? ഏത് ആണോ? അയ്യോ, എന്നാൽ പ്ലാറ്റ്ഫോം നമ്പർ 1 ആണെന്നാണ് ഞാൻ വിചാരിച്ചത്. ലഗീഷ് പറയുന്നു ഇതാണോ? കെട്ടിടം തകർന്ന് വീണമെന്ന് പറഞ്ഞത്. ഇത് ഇവിടെ കൺസ്ട്രക്ഷൻ്റെ വർക്കാണപ്പോൾ. ഇതാണോ? ഇത് തന്നെ. ഇതാ രണ്ടാമത്തെ പ്ലാറ്റ്ഫോം. ഇതാണത്ര. ഇത് കേട്ടോ, കണ്ടോ? ഇവിടെയാണ് അന്ന് തകർന്നു കേട്ടോ.
അങ്ങനെ നമ്മൾ കോഴിക്കോട് എത്തി. എന്നാൽ പിന്നെ നമ്മൾക്ക് ഇന്നിവിടെ വൈൻഡപ്പ് ചെയ്യുന്ന നാളെ രാവിലെ കാണാം അല്ലേ? ഉറങ്ങട്ടെ എന്നാൽ. ഇനി കോഴിക്കോട് നാളിപ്പോൾ കയറും. അതിനെക്കെട്ടൊന്നും നമ്മൾ സീറ്റ് പിടിക്കട്ടെ. ഗുഡ് നൈറ്റ്. അങ്ങനെ ട്രിവാൻഡ്രത്ത് ഒരു ഡോർമെട്രി എടുത്ത് KSRTC ബസ് സ്റ്റാൻഡിൻ്റെ ഉള്ളിൽ ഡോർമെട്രി എടുത്തിട്ട് നമ്മളൊരു സെക്രട്ടേറിയറ്റിലേക്ക് പോകാൻ ഓട്ടോ പിടിച്ചു. അങ്ങനെ നമ്മൾ ഓട്ടോയിൽ കയറി സെക്രട്ടേറിയറ്റിലേക്ക് പോവുകയാണ്. ഇവിടുന്ന് 2.5 കിലോമീറ്ററാണ് സെക്രട്ടേറിയറ്റിലേക്കുള്ളത്. ഇനി അവിടെ നിന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അവിടെ നിന്ന് ഫോൺ വിളിച്ചിട്ട് ഞങ്ങൾ എത്തിയെന്ന് വിളിച്ച് പറയണം. താങ്ക് യു സാർ. ഫോണിലാണ്. അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് കാണാം എന്തെല്ലാം നല്ല പോലെ നോക്കട്ടെ. അങ്ങനെ സെക്രട്ടേറിയറ്റിന് മുമ്പിലെത്തി. സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഓട്ടോറിക്ഷ ഇറങ്ങി. സമയം എത്ര? 8 മണിയായില്ലേ? സമയം 8 മണിയായി. നമ്മളെടുത്ത് ടൈമൊന്നും 7:41. അപ്പം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകാം. ഒരു ഹോട്ടലിൽ കണ്ടിട്ട് വന്നതാണ്. നോക്കുമ്പോൾ ചെറിയ കടികൾ മാത്രമേ കിട്ടുന്നുള്ളൂ. അപ്പോൾ എന്നാൽ നോക്കട്ടെ. സെക്രട്ടറി അങ്ങോട്ടാണ്. സെക്രട്ടറിൻ്റെ മുമ്പിൽ ഒരു ഓട്ടോറിക്ഷ വന്നിട്ടുണ്ട്. നമ്മൾ കയറി ഓട്ടോറിക്ഷ ഇല്ല, അവർ നിർത്തിയ ഹോട്ടലിൻ്റെ മുമ്പിലാണിത്. എന്നിട്ട് നമ്മൾ ഈ ഹോട്ടലിൽ കണ്ടിട്ടും വേറെ ഹോട്ടലിൽ പരുതാൻ പോയി. എന്നിട്ട് എവിടെ ഹോട്ടലില്ല. അങ്ങനെ നമ്മൾ കയറിയ ഹോട്ടലാണ്. ഒന്ന് ലക്ഷ്യം കുറച്ചുകൂടി നല്ല ക്ലീനും വൃത്തിയുള്ള ഹോട്ടലാണ്. പൂരി ബാജിയാണ്, വെജിറ്റേറിയൻ ഹോട്ടൽ. അങ്ങനെ പൂരി ബാജി വന്നു. നമ്മൾ വാങ്ങിച്ച പൂരി ബാജി, അതിലൊരു എക്സ്ട്രാ വടയും കൊണ്ട് ഒരു വട വാങ്ങണമെന്ന് വിചാരിച്ചില്ല. നമ്മളിവിടെ വെയിറ്റിങ്ങിലാണ്. സാറ് വന്നിട്ടില്ല. 10 മണി 10:15 അപ്പം നമ്മൾ വന്നത് 8:30 9 മണി 9:15 ഇവിടെ എത്തി. 8:30 മുതലേ വെയിറ്റ് ചെയ്തിരിക്കുക. 9:30 ആയിപ്പോൾ. 10:15 വരുള്ളൂ എന്നാണ് പറഞ്ഞത്. സെക്രട്ടറിൻ്റെ അടുത്ത് തന്നെ ഇതാണ്ടോ ഇവിടെയാണ് Annex 1 എന്നാണ് അതിൻ്റെ പേര്, കാണുന്നതിൻ്റെ പേര്. അപ്പോൾ വെയിറ്റിംഗ് തന്നെ നല്ലൊരു എക്സ്പീരിയൻസ്. നമ്മളങ്ങനെ ബസ്സിനെ കണ്ട് അവിടെ നിന്ന് ഇറങ്ങി കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്തു, പറഞ്ഞു. അതിനുശേഷം അവിടെ എൻ്റെ അഡ്രസ്സും പേരുകളൊക്കെ കൊടുത്തു, കുറച്ച് ടീമെല്ലാം കൊടുത്തു, വേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളെ കാര്യങ്ങൾ ചെയ്യുന്നു അല്ലേ. പിന്നെ അവിടുത്തെ വീട്ടിൽ നിന്ന് എടുക്കാൻ പറ്റുമെന്ന് അറിയാമല്ലോ. മാത്രമല്ല ഇതുപോലത്തെ വീട്ടിൽ നിന്ന് ഞാൻ അധികം എടുക്കുന്നില്ല. നമ്മൾ പോയി നമ്മളെ കാര്യങ്ങൾ കഴിഞ്ഞു. ഇനി നമ്മളെ ട്രെയിനിൽ പോകാം 2:05. ഇപ്പം നമ്മൾ പോകുന്നത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്കാണ് അടുത്ത 2.5 കിലോമീറ്റർ തന്നെ ഉള്ളൂ. ഈ കാണുന്നതാണ് തിരുവനന്തപുരത്തുള്ള മറ്റൊരു ഫേമസ് ആയിട്ടുള്ള ക്ഷേത്രമാണ്. കാണിച്ചു തരാം. പഴവങ്ങാടി ഗണപതി ക്ഷേത്രം ഇതാണ്. പത്മനാഭസ്വാമി ക്ഷേത്രം എത്തി കേട്ടോ. അതിൻ്റെ മുമ്പിലുള്ള ക്ഷേത്രക്കൂടാണ്. അങ്ങനെ ഞങ്ങൾ അങ്ങനെ ക്ഷേത്രത്തിൻ്റെ മുമ്പിലെത്തി. തിരക്കുന്നില്ല. ഓക്കെ. അങ്ങനെ ഒട്ടും പ്രതീക്ഷിക്കാത്ത പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ മുമ്പിലെത്തി കേട്ടോ. ഞാൻ വളരെ മുമ്പേയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. 2 പ്രാവശ്യം വന്നിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഇങ്ങനെ ഇവിടെ വന്നപ്പോൾ ഒന്നും കൂടി കാണാൻ ഒരു സമയമുണ്ടല്ലോ. വൈകുന്നേരം 2 മണിക്ക്, ഉച്ചയ്ക്ക് 2:30 ശേഷമല്ലേ ട്രെയിന്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് നമ്മൾ പുറത്ത് വന്നു. ഒരു ഓട്ടോ എടുത്തിട്ട് നമ്മൾ റെയിൽവേ സ്റ്റേഷൻ അങ്ങോട്ടേക്ക് പോവാണ്. ബസ്സിൽ അടുപ്പിച്ച് നിർത്തിയിട്ടാണ് കേട്ടോ. ബസ് ഇവിടെ അടുപ്പിച്ച് നിർത്തിയിട്ടാണ്. കുഴപ്പമില്ലല്ലോ, അവർ കണ്ടില്ല നിങ്ങളെ. അത് വലത്തോട്ട് പോകാനാണ്. കുഴപ്പമില്ലല്ലോ, അടുത്തല്ല. അപ്പം നമ്മൾ
2:50 ട്രെയിൻ. നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകും. ഇവിടെ ഗംഭീര ചൂടാണ്, നല്ല ചൂട്. ഇവിടെ മഴയേ ഇല്ല. ഇവിടെ ഒരാഴ്ചയിൽ മേലെയായി ഒരു മഴ പെയ്തിട്ട്. അപ്പോൾ ഇപ്പം നമ്മളിപ്പോൾ എവിടെയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ എക്സാക്ട്ലി സ്ഥലം ഏതാ? തമ്പാനൂർ. നമ്മളുള്ളത് തമ്പാനൂർ. ജനശതാബ്ദിയാണ് ഈ കാണുന്നത്. ജനശതാബ്ദിയിൽ ലഗേജ് ഇതിൽ കയറാം, എ സിയിൽ കയറാൻ പറ്റുമോ നോക്കട്ടെ. ജനശതാബ്ദി പുതിയ, അയ്യോ കയറാൻ പറ്റില്ല, നിറച്ചു ആളുകളാണ്. നമുക്ക് ബെന്നിൽ കൂടെ തന്നെ പോകാം. നമ്മൾ കറക്റ്റ് 2:15 എത്തിയേ. 2:50 ട്രെയിൻ. നമ്മൾ ഭക്ഷണം കഴിച്ച് വരാൻ ലേറ്റായി. D12 എത്തി. നമ്മൾ D15 പോലും. D15 റിസർവ്ഡ് ആണ്. D13. അപ്പോൾ ഇത് വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടോ, അതുപോലത്തെ ചെയറാണ് വിഷയക്കാരൻ. അതായത് ഞാൻ പറയുന്നത് ഇതുപോലത്തെ ചെയർ ഉണ്ടല്ലോ, വേണ്ട ഇതുപോലത്തെ ചെയർ. ഈ ചെയറല്ലാത്ത നമ്മളെ സാധാ ചെയർ എന്താ പറയുക, ഇത് മെമ്മോ ടൈപ്പ് സീറ്റ്. വെയിലത്ത് ഓടുന്നാന്ന് കഴിഞ്ഞ അതെയാ 14. ഇത് 14 ഇല്ല, നമുക്ക് ചെയറില്ല, നമുക്കത് സാധാരണ തന്നെ. നല്ല ക്ഷീണത്തിലാണ്. നമ്മൾ കഴിഞ്ഞ 2-4 ദിവസത്തിന് അത് എറണാകുളം വണ്ടി വെച്ചിട്ട് പോയി. ഏകദേശം ട്രെയിനിൽ ട്രിവാൻഡ്രത്ത് പോയി. ഒരു ഓട്ടോ ചാട്ടം ലഗേഷൻ. അതെ, കേൾക്കുന്നുണ്ടോ? നല്ലൊരു ഓട്ടോ ചാട്ടായിരുന്നു. അപ്പോൾ ഇപ്പം നമ്മൾ ബേസിക്കലി കടുത്തുരുത്തി എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. ഇത് വന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ജനശതാബ്ദിയിൽ ലോങ് കുറവാണെന്നൊക്കെ അറിയില്ല. പക്ഷേ ഇത് വഴി, അതായത് കോട്ടയം വഴി ചങ്ങനാശ്ശേരി, അതേപോലെ തിരുവല്ല, അതേപോലെ ചെങ്ങന്നൂർ, പിന്നെ മാവേലിക്കര, കായംകുളം, കൊല്ലം, മിച്ച സ്റ്റേഷൻ, കായംകുളം ജംഗ്ഷൻ. നമ്മളങ്ങനെ തൃപ്പൂണിത്തറ എത്തി. തൃപ്പൂണിത്തറയിൽ സ്റ്റോപ്പ് ഇല്ലാത്തതാണ്. ഇവിടെ സ്റ്റോപ്പ് ചെയ്യുന്ന കാണുന്നുണ്ടല്ലോ. തൃപ്പൂണിത്തറയിൽ നിന്ന് അടുത്താണ് എറണാകുളം. ഇത് കൊല്ലം ജംഗ്ഷനിൽ പോകുന്ന മെമ്മു. നല്ല തിരക്കാണല്ലോ. ഇവിടെ സ്റ്റോപ്പ് ചെയ്യുന്നത്. ഇവിടെയാണ് മെട്രോയുടെ ലാസ്റ്റ് സ്റ്റേഷൻ. കണ്ടോ, മെട്രോ സ്റ്റേഷൻ. ഇതാണ് കൊച്ചി മെട്രോയുടെ ലാസ്റ്റ് സ്റ്റേഷൻ. പണ്ട് കാലത്തൊരു ലോക്കോ വേണ്ട, വളരെ പണ്ട് കാലത്തെ ലോക്കോ, ഡീസൽ ലോക്കോ. ഇത് കണ്ടോ, ഇത് ആലപ്പുഴ വഴി വരുന്ന ലൈനാണ് കേട്ടോ. ഒന്നും കാണില്ലേ, ആലപ്പുഴ വഴി വരുന്ന ലൈൻ ഇവിടത്തേക്ക് നമ്മൾ ഇവിടത്തേക്ക് ജോയിൻ ചെയ്യും.
അങ്ങനെ എറണാകുളം ടൗൺ റെയിൽവേ സ്റ്റേഷൻ ഞങ്ങളിത് എത്തിയിരിക്കുന്നു. ഇതെല്ലാം നല്ല തിരക്കാണ്. ഷൊർണൂരെത്തി. അതിനുശേഷം എനിക്ക് വീട്ടിൽ നിന്ന് എടുക്കാൻ പറ്റിയിട്ടില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല മഴയുണ്ടായിരുന്നു, പിന്നെ ഇവിടെ നിൽക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ തൃശ്ശൂരായിരുന്നു. തൃശ്ശൂർ നല്ല ലേറ്റ്. ഇപ്പം തന്നെ ഉണ്ടായിരുന്നുകൊണ്ടോ സമയം 10:30. എത്ര ലേറ്റാണെന്നറിയോ? തൃശ്ശൂരിൽ തന്നെ കുറേ സമയം പിടിച്ചിട്ടു. ഇതാ വീണ്ടും പിടിച്ചിടുന്ന ലക്ഷണമാണ് കാണുന്നത്. അപ്പോൾ അങ്ങനെ പിന്നെയാണെങ്കിൽ ഷൊർണൂരിൽ നിന്ന് ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ക്ലിയറില്ലാന്നല്ല അറിയാൻ, ഇനി അങ്ങോട്ട് വെച്ചാൽ വളരെ ഇരുടായിരിക്കും. അതിനേക്കാട്ടും നല്ലത് നമുക്ക് ഈ ഷൊർണൂരിൽ നിന്ന് വൈൻഡപ്പ് ചെയ്യാം. അപ്പം എന്നാൽ ശരി.